ഹായ്, സ്വാഗതം. LDC മെയിൻ സിലബസിലും ഡിഗ്രി സിലബസിലും കോമൺ ആയിട്ടുള്ളൊരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. 1857 ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണത്തിനെതിരെ അവരുടെ തന്നെ സൈന്യത്തിലെ ശിപ്പായിമാർ എന്ന് വിളിക്കുന്ന ഇന്ത്യൻ സൈനികർ തുടങ്ങുകയും ഉത്തര മധ്യ ഇന്ത്യയിൽ ആകെ പരക്കുകയും ചെയ്ത ഒരു സായുധ സമരമാണ് 1857 ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം. ഈ സമരം നടക്കുന്ന സമയത്ത് കാനിങ് പ്രഭു ആയിരുന്നു ഇന്ത്യയുടെ ഗവർണർ ജനറൽ. 1857 ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം നടക്കുന്ന സമയത്ത് കാനിങ് പ്രഭു ആയിരുന്നു ഇന്ത്യയുടെ ഗവർണർ ജനറൽ. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം, മഹത്തായ വിപ്ലവം, ശിപ്പായി ലഹള, ഇന്ത്യൻ ലഹള എന്നിങ്ങനെ പല പേരുകളിലും ഈ കലാപം അറിയപ്പെടുന്നു. വിപ്ലവത്തിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. രാഷ്ട്രീയമായ കാരണങ്ങൾ. ബ്രിട്ടീഷുകാരുടെ എക്സ്പാൻഷൻ പോളിസീസായ സൈനിക സഹായ വ്യവസ്ഥയും ദത്തവകാശ നിരോധന നിയമവും രാഷ്ട്രീയമായ കാരണങ്ങളാണ്. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുടെ സാമ്രാജ്യത്വ വികസനത്തിന് വേണ്ടി വെല്ലസ്ലി പ്രഭു കൊണ്ടുവന്ന വ്യവസ്ഥയാണ് സൈനിക സഹായ വ്യവസ്ഥ. 1848 ഡൽഹൌസി പ്രഭു നടപ്പിലാക്കിയ ദത്തവകാശ നിരോധന നിയമപ്രകാരം അനന്തരാവകാശികൾ ഇല്ലാത്ത നാട്ടുരാജ്യത്തിൻ്റെ ഭരണാധികാരി മരണപ്പെട്ടാൽ ആ നാട്ടുരാജ്യത്തെ ബ്രിട്ടീഷുകാർ തങ്ങളുടെ അധീനതയിലാക്കും. കാനിങ് പ്രഭുവാണ് 1856 ഈ നിയമം റദ്ദു ചെയ്തത്. ദത്തവകാശ നിരോധന നിയമം 1856 റദ്ദു ചെയ്തത് കാനിങ് പ്രഭുവാണ്. ദത്തവകാശ നിരോധന നിയമപ്രകാരം ആദ്യം ബ്രിട്ടീഷ് ഇന്ത്യയിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ട നാട്ടുരാജ്യമാണ് സത്താറ. അവസാനം കൂട്ടിച്ചേർക്കപ്പെട്ടത് അവധാണ്. ദത്തവകാശ നിരോധന നിയമത്തിനെതിരെ പോരാടിയ വനിതയാണ് കിട്ടൂർ റാണി ചിന്നമ്മ. സാമൂഹികവും മതപരവുമായ കാരണങ്ങൾ. ഇന്ത്യക്കാർക്കും ഇന്ത്യൻ സംസ്കാരത്തിനുമെതിരായി ബ്രിട്ടീഷുകാരിൽ രൂപം കൊണ്ട പുതിയ മനോഭാവം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ആദ്യകാലങ്ങളിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യൻ രീതികളെ സ്വാംശീകരിച്ചായിരുന്നു ഭരണം നടത്തിയിരുന്നത്. പിൽക്കാലത്ത് ഇന്ത്യൻ രീതികളും വിശ്വാസങ്ങളും അധമമാണെന്ന കാഴ്ചപ്പാടായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. 1850കളുടെ തുടക്കത്തിൽ നിരവധി ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് ഇന്ത്യയിലെ മുഗൾ രാജസഭയെ ഇല്ലായ്മ ചെയ്യാനും ബ്രിട്ടീഷ് നിയമങ്ങളും സാങ്കേതിക വിദ്യയും ഇന്ത്യയിൽ കൊണ്ടുവരാനും ക്രിസ്തുമതം ഇന്ത്യയിൽ വളർത്താനുമുള്ള പദ്ധതികൾ ഉണ്ടായിരുന്നു. ഇന്ത്യയിലെ ജനങ്ങൾ അനുഷ്ഠിച്ചു വരുന്ന സതി പോലുള്ള മതപരമായ ആചാരങ്ങൾ ബ്രിട്ടീഷുകാർ നിയമം മൂലം നിരോധിച്ചതും വിഡോ മാരേജ് ആക്ട് പാസാക്കിയതും തുടങ്ങി പൊതുവിൽ ഇന്ത്യക്കാരുടെ മനസ്സറിയാതെയുള്ള ബ്രിട്ടീഷ് നടപടികളുടെ സ്വാഭാവിക പ്രതികരണമായിരുന്നു ഈ ഒരു ലഹള. സാമ്പത്തികമായ കാരണങ്ങൾ. ബ്രിട്ടീഷുകാരുടെ നികുതി വ്യവസ്ഥ. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഗവർണർ ജനറൽ ആയിരുന്ന കോൺവാലിസ് പ്രഭു നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ 3 വിഭാഗങ്ങളാണ് ഉണ്ടായിരുന്നത്: ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ജമീന്ദാർ, കുടിയാന്മാർ. തത്സമയം ലഭ്യമായ ഭൂവിവരങ്ങൾ കണക്കിലെടുത്ത് 11ൽ 10 ഭാഗം കമ്പനിക്കും ബാക്കി 1 ഭാഗം ജമീന്ദാർക്കും എന്ന നിരക്കിൽ ഒരു നിശ്ചിത സംഖ്യ ഭൂനികുതി വാർഷിക കരമായി നിശ്ചയിച്ചു. ജമീന്ദാർക്ക് അമിത വിളവ് ലഭിച്ചാലും ഈ സംഖ്യ വർദ്ധിപ്പിക്കുകയില്ല. കൃത്യസമയത്ത് കരമടച്ചില്ലെങ്കിൽ കൃഷിസ്ഥലങ്ങൾ വിൽക്കപ്പെടുമെന്നും തീപിടുത്തമോ വരൾച്ചയോ ഒഴിവുകഴിവായി അംഗീകരിക്കില്ലെന്നും വ്യവസ്ഥയുണ്ടായിരുന്നു. അങ്ങനെ അന്യായമായ കരവർദ്ധനവിനും കുടിയൊഴിപ്പിക്കലിനും എതിരായിട്ട് അവർക്ക് യാതൊരു രക്ഷാമാർഗവും ഉണ്ടായിരുന്നില്ല. പരമ്പരാഗത തൊഴിലുകളിൽ ഏർപ്പെട്ടിരുന്ന കർഷകർ, നെയ്ത്തുകാർ, കൈത്തൊഴിലുകാർ, ഗോത്രവിഭാഗങ്ങൾ തുടങ്ങി എല്ലാ വിഭാഗങ്ങളെയും കമ്പനി ഭരണം ബാധിച്ചിരുന്നു. ബംഗാളിലെ പരുത്തിയും ചണവും നീലവും ഇംഗ്ലണ്ടിലെ വ്യവസായശാലകൾക്ക് ആവശ്യമായ പ്രധാന അസംസ്കൃത വസ്തുവായിരുന്നു. അതുകൊണ്ട് ഇവയുടെ കൃഷി വ്യാപിപ്പിക്കാൻ വേണ്ടി പരമ്പരാഗതമായ ഭക്ഷ്യവിളകൾ മാത്രം ഉൽപ്പാദിപ്പിച്ചിരുന്ന കൃഷിയിടങ്ങളിൽ പരുത്തിയും ചണവും നീലവും കൃഷി ചെയ്യാൻ തുടങ്ങി. കർഷകർക്ക് തങ്ങളുടെ കൃഷിയിടങ്ങൾ നഷ്ടപ്പെടുകയും അവർ തൊഴിലാളികളായി മാറുകയും ചെയ്തു. അസംസ്കൃത വസ്തുവായ പരുത്തി ബ്രിട്ടനിലേക്ക് കയറ്റി അയക്കുകയും ബ്രിട്ടനിലെ യന്ത്രനിർമ്മിതമായ വില കുറഞ്ഞ തുണിത്തരങ്ങൾ വൻതോതിൽ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുകയും ചെയ്തു. കൂടാതെ ഇന്ത്യൻ നിർമ്മിത തുണികൾക്ക് ഉയർന്ന നികുതി ചുമത്തുകയും ചെയ്തത് കൈത്തറി മേഖലയിലെ തൊഴിലാളികളുടെ തൊഴിൽ നഷ്ടപ്പെടാൻ കാരണമായി. മിലിറ്ററി കോസസ്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ 87% വരുന്ന ഇന്ത്യൻ സൈനികരാണ് ലഹളയ്ക്ക് തുടക്കമിട്ടത്.
ഇന്ത്യൻ ശിപ്പായിമാരുടെ ജീവിതം വളരെ ദയനീയമായിരുന്നു. തുച്ഛമായ വേതനം, ദീർഘനേരമുള്ള ജോലി, അവധിയില്ലായ്മ, അടിമകളോടെന്ന പോലെയുള്ള മേലുദ്യോഗസ്ഥരുടെ പെരുമാറ്റം, മോശമായ ഭക്ഷണം, ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടെല്ലാം ശിപ്പായിമാർ അസംതൃപ്തരായിരുന്നു. പെട്ടെന്നുണ്ടായ കാരണം: 1857 തുടക്കത്തിൽ പുതിയ എൻഫീൽഡ് റൈഫിളുകളുടെയും അതിൻ്റെ പവർ കാട്രിഡ്ജുകളും ഇന്ത്യൻ സൈനികർക്ക് നൽകിയിരുന്നു. ഈ കാട്രിഡ്ജിലെ വെടിമരുന്ന് തോക്കിൽ നിറയ്ക്കണമെങ്കിൽ അതിൻ്റെ പൊതി കടിച്ചു കീറേണ്ടിയിരുന്നു. ഈ പൊതിയിലെ ഗ്രീസ് മുസ്ലിങ്ങൾ അശുദ്ധമായി കരുതുന്ന പന്നിയുടെയും ഹിന്ദുക്കൾ പരിശുദ്ധമായി പരിഗണിക്കുന്ന പശുവിൻ്റെയും ആണെന്ന പ്രചാരണം ഉണ്ടായി. ഇത് സൈനികരെ രോഷാകുലരാക്കി. ഈ കാട്രിഡ്ജ് ഉപയോഗിക്കുന്നതിനെതിരെയുള്ള പ്രതിഷേധം കലാപത്തിന് തുടക്കം കുറിച്ചു. കൂടാതെ ശിപ്പായിമാർക്ക് നൽകിയിരുന്ന റൊട്ടി എല്ലുപൊടി ചേർത്ത ഗോതമ്പ് പൊടി കൊണ്ടാണ് ഉണ്ടാക്കുന്നതെന്ന വാർത്തയും പരന്നു. ശിപ്പായിമാർക്കിടയിൽ നിന്ന് ആദ്യമായി പ്രതിഷേധം ഉയർത്തിയത് മംഗൽ പാണ്ഡെ ആയിരുന്നു. 1857 ഏപ്രിൽ 8 ബാരക്പൂരിൽ വെച്ച് അദ്ദേഹത്തെ തൂക്കിലേറ്റുകയാണ് ഉണ്ടായത്. സൈനിക മേധാവികൾക്കെതിരെ സംഘടിതമായ രീതിയിൽ കലാപം ആരംഭിച്ചത് മീററ്റിലാണ്. കലാപത്തിന് ഇറങ്ങിയ സൈനികർ ഡൽഹിയിലെത്തി അവസാനത്തെ മുഗൾ ഭരണാധികാരിയായിരുന്ന ബഹദൂർ ഷാ രണ്ടാമനെ ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് പ്രഖ്യാപിച്ചു. ഡൽഹിയിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് ബഹദൂർ ഷാ രണ്ടാമനാണ്. ഡൽഹിയിലെ കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ജോൺ നിക്കോൾസൺ. ലക്നൌവിൽ നേതൃത്വം നൽകിയത് ബീഗം ഹസ്രത് മഹലാണ്. കാൺപൂരിൽ നാനാ സാഹേബ്, ഝാൻസിയിൽ റാണി ലക്ഷ്മിബായി, ഗ്വാളിയോറിൽ താന്തിയ തോപ്പി, ബൈറലിയിൽ ഖാൻ ബഹദൂർ ഖാൻ, അലഹബാദിൽ മൗലവി ലിയാഖത്ത് അലി ഖാൻ, ബീഹാറിൽ കൻവർ സിംഗ്. കലാപം പരാജയപ്പെടാനുണ്ടായിരുന്ന കാരണങ്ങൾ: ഉത്തരേന്ത്യയിൽ മിക്ക സ്ഥലങ്ങളിലും കലാപങ്ങൾ ഉണ്ടായെങ്കിലും ഇതിനൊരു സംഘടിത സ്വഭാവം ഉണ്ടായിരുന്നില്ല. കലാപകാരികളെ അപേക്ഷിച്ച് സൈനിക ശേഷിയും സംഘടന മികവും മെച്ചപ്പെട്ട ആയുധങ്ങളും കമ്പനിക്കായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ത്യക്കാരിൽ എല്ലാ വിഭാഗങ്ങളുടെയും പിന്തുണ നേടുന്നതിൽ കലാപകാരികൾ പരാജയപ്പെട്ടു. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ ഇന്ത്യക്കാർ സമരത്തിന് എതിരായിരുന്നു. സമ്പന്നരായ നാട്ടുരാജാക്കന്മാർ കമ്പനിക്കായിരുന്നു പിന്തുണ നൽകിയിരുന്നത്. പ്രത്യക്ഷത്തിൽ സമരം പരാജയപ്പെട്ടെങ്കിലും കമ്പനി ഭരണത്തിനെതിരെ നാടിൻ്റെ മോചനത്തിന് വേണ്ടിയുള്ള ആദ്യത്തെ ബഹുജന സമരമായിരുന്നു ഇത്. കലാപത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി മതത്തിനതീതമായി ഇന്ത്യൻ ജനത ഉയർത്തിയ ഐക്യബോധമായിരുന്നു. മതസ്പർദ്ധ വളർത്താൻ ബ്രിട്ടീഷുകാർ നടത്തിയ ശ്രമങ്ങൾ കലാപകാലം വരെ വിജയിച്ചിരുന്നില്ല. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തോടെ ഇന്ത്യയുടെ ഭരണ സംവിധാനത്തിലും മാറ്റങ്ങൾ വരുത്തി. ബ്രിട്ടീഷ് രാജ്ഞിയുടെ 1858 വിളംബരത്തോടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിക്കുകയും ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാവുകയും ചെയ്തു. 1857 കലാപത്തെക്കുറിച്ച് ദ ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന പുസ്തകം എഴുതിയത് വി.ഡി. സവർക്കർ ആണ്. ദ ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ബൈ വി.ഡി. സവർക്കർ. റിബല്യൺ 1857 എ സിംപോസിയം എന്ന പുസ്തകം എഴുതിയത് പൂരൺ ചന്ദ് ജോഷിയാണ്. റിബല്യൺ 1857 എ സിംപോസിയം എഴുതിയത് പൂരൺ ചന്ദ് ജോഷി. ദ ഇന്ത്യൻ മ്യൂട്ടിനി ഓഫ് 1857 ബൈ ജോർജ് ബ്രൂസ് മെല്ലിസൺ. മെല്ലിസൺ എഴുതിയ പുസ്തകമാണ് ദ ഇന്ത്യൻ മ്യൂട്ടിനി ഓഫ് 1857. ഗ്രേറ്റ് മ്യൂട്ടിനി ബൈ ക്രിസ്റ്റഫർ ഹിബർട്ട്. റിലീജിയൻ ആൻഡ് ഐഡിയോളജി ഓഫ് ദ റിബൽസ് ഓഫ് 1857 ബൈ ഇക്ബാൽ ഹുസൈൻ. എക്സ്കവേഷൻ ഓഫ് ട്രൂത്ത്, അൺസങ് ഹീറോസ് ഓഫ് 1857, വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ബൈ ഖാൻ മുഹമ്മദ് സാദിഖ് ഖാൻ. 1857 കലാപത്തെ ശിപ്പായി ലഹള എന്ന് വിശേഷിപ്പിച്ചത് ജോൺ വില്യം, ജോൺ ലോറൻസ് ആൻഡ് ജെ.ബി. മെല്ലിസൺ. 1857 വിപ്ലവത്തെ ശിപ്പായി ലഹള എന്ന് വിശേഷിപ്പിച്ചത് ജോൺ വില്യം, ജോൺ ലോറൻസ് ആൻഡ് ജെ.ബി. മെല്ലിസൺ. ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് വി.ഡി. സവർക്കർ ആണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ച വിദേശിയാണ് കാൾ മാർക്സ്. ആഭ്യന്തര കലാപം എന്ന് വിശേഷിപ്പിച്ചത് എസ്.ബി. ചൗധരി. ആഭ്യന്തര കലാപം എന്ന് വിശേഷിപ്പിച്ചത് എസ്.ബി. ചൗധരി.
ഫ്യൂഡൽ പ്രതിവിപ്ലവം എന്ന് വിശേഷിപ്പിച്ചത് എം.എൻ. റോയ്, ആർ.പി. ദത്ത് ആൻഡ് ആർ. ദേശായി. ഫ്യൂഡൽ പ്രതിവിപ്ലവം എന്ന് വിശേഷിപ്പിച്ചത് എം.എൻ. റോയ്, ആർ.പി. ദത്ത് ആൻഡ് എ.ആർ. ദേശായി. കർഷക വിപ്ലവം എന്ന് വിശേഷിപ്പിച്ചത് ഐറിക് സ്റ്റോക്സ് ആണ്. കർഷക വിപ്ലവം എന്ന് വിശേഷിപ്പിച്ചത് ഐറിക് സ്റ്റോക്സ്. നാഷണൽ റിവോൾട്ട് എന്ന് വിശേഷിപ്പിച്ചത് കാൾ മാക്സ്. നാഷണൽ റിവോൾട്ട് എന്ന് വിശേഷിപ്പിച്ചത് കാൾ മാക്സ്. ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട തീയതിയാണ് 1857 മെയ് 10. 1857 മെയ് 10-നാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത്. ഉത്തർപ്രദേശിലെ മീററ്റിലായിരുന്നു തുടക്കമിട്ടത്. 1857 വിപ്ലവത്തിൻ്റെ ബുദ്ധി കേന്ദ്രമെന്ന് അറിയപ്പെടുന്നത് നാനാ സാഹിബ്. 1857 വിപ്ലവത്തിൻ്റെ ബുദ്ധി കേന്ദ്രമെന്ന് അറിയപ്പെടുന്നത് നാനാ സാഹിബ്. ധോണ്ടു പന്ത് എന്നാണ് നാനാ സാഹിബിൻ്റെ യഥാർത്ഥ നാമം. ധോണ്ടു പന്ത് എന്നാണ് നാനാ സാഹിബിൻ്റെ യഥാർത്ഥ നാമം. നാനാ സാഹിബിൻ്റെ സൈനിക ഉപദേഷ്ടാവ് ആരായിരുന്നു? താന്തിയ തോപ്പി. നാനാ സാഹിബിൻ്റെ സൈനിക ഉപദേഷ്ടാവായിരുന്നു താന്തിയ തോപ്പി. താന്തിയോ തോപ്പിയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപനാണ് കോളിൻ ക്യാമ്പൽ. വിപ്ലവം പരാജയപ്പെട്ടതോടെ നേപ്പാളിലേക്ക് പലായനം ചെയ്ത വിപ്ലവകാരിയാണ് നാനാ സാഹിബ്. വിപ്ലവം പരാജയപ്പെട്ടതോടെ നേപ്പാളിലേക്ക് പലായനം ചെയ്ത വിപ്ലവകാരിയാണ് നാനാ സാഹിബ്. 1857 വിപ്ലവത്തിലെ ആദ്യ രക്തസാക്ഷി മംഗൽ പാണ്ഡെ. 1857 വിപ്ലവത്തിലെ ആദ്യത്തെ രക്തസാക്ഷി മംഗൽ പാണ്ഡെ. 1857 ഏപ്രിൽ 8-നാണ് ഇദ്ദേഹത്തെ തൂക്കിലേറ്റിയത് ബാരക്പൂരിൽ വെച്ച്. 1857 വിപ്ലവത്തിലെ ബ്രിട്ടീഷ് സൈനിക തലവനായിരുന്നു കോളിൻ ക്യാമ്പൽ. 1857 വിപ്ലവത്തിൻ്റെ ബ്രിട്ടീഷ് സൈനിക തലവനായിരുന്നു കോളിൻ ക്യാമ്പൽ. ആ സമയത്ത് ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആയിരുന്നു കാനിങ് പ്രഭു. 1857 വിപ്ലവത്തിൻ്റെ ചിഹ്നമായി കണക്കാക്കുന്നത് എന്തിനെയാണ്? താമരയും ചപ്പാത്തിയും. 1857 വിപ്ലവത്തിൻ്റെ ചിഹ്നമാണ് താമരയും ചപ്പാത്തിയും. വിപ്ലവം പൂർണ്ണമായും അടിച്ചമർത്തിയത് 1858-ലാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ഗറില്ല യുദ്ധരീതി ആവിഷ്കരിച്ച സമര നേതാവായിരുന്നു താന്തിയ തോപ്പി. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ഗറില്ല യുദ്ധരീതി ആവിഷ്കരിച്ച സമര നേതാവായിരുന്നു താന്തിയ തോപ്പി. യഥാർത്ഥ നാമം രാമചന്ദ്ര പാണ്ഡുരംഗ്. താന്തിയ തോപ്പിയുടെ യഥാർത്ഥ നാമമാണ് രാമചന്ദ്ര പാണ്ഡുരംഗ്. താന്തിയ തോപ്പി തൂക്കിലേറ്റിയത് 1859-ലാണ്. ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ്? ഝാൻസി റാണിയെ. വിപ്ലവകാരികളുടെ സമുന്നത ധീര നേതാവ് എന്ന് പട്ടാള മേധാവി സർ ഹഗ്രോസ് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചിരുന്നു. വിപ്ലവകാരിയുടെ സമുന്നത ധീര നേതാവ് എന്ന് വിശേഷിപ്പിച്ചത് ഹഗ്രോസ് ആണ്. 1857 വിപ്ലവത്തിലെ ജവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് ഝാൻസി റാണി. 1857 വിപ്ലവത്തിലെ ജവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് ഝാൻസി റാണി. ക്യൂൻ ഓഫ് ഝാൻസി എന്ന പുസ്തകം എഴുതിയത് മഹാശ്വേതാ ദേവി. ക്യൂൻ ഓഫ് ഝാൻസി എന്ന പുസ്തകം എഴുതിയത് മഹാശ്വേതാ ദേവി. ഝാൻസി റാണി വീരമൃത്യു വരിച്ചത് 1858 ജൂൺ 18-നാണ്. 1858 ജൂൺ 18. 1857 വിപ്ലവത്തിലെ ഫലമായി റങ്കൂണിലേക്ക് നാടുകടത്തപ്പെട്ട മുഗൾ രാജാവാണ് ബഹദൂർ ഷാ രണ്ടാമൻ. 1857 വിപ്ലവത്തിൻ്റെ ഫലമായി റങ്കൂണിലേക്ക് നാടുകടത്തപ്പെട്ട മുഗൾ രാജാവാണ് ബഹദൂർ ഷാ രണ്ടാമൻ. അവസാനത്തെ മുഗൾ രാജാവും ബഹദൂർ ഷാ രണ്ടാമൻ തന്നെയായിരുന്നു. 1857 വിപ്ലവത്തിൽ ഏറ്റവും കൂടുതൽ കലാപ കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്ന സ്ഥലമാണ് ഉത്തർപ്രദേശ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം എന്ന പുസ്തകം എഴുതിയത് താരാചന്ദ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം എന്ന പുസ്തകം എഴുതിയത് താരാചന്ദ്. 1857 ദി ഗ്രേറ്റ് റിബല്യൺ എഴുതിയത് അശോക് മേത്ത. 1857 ദ ഗ്രേറ്റ് റിബല്യൺ എഴുതിയത് അശോക് മേത്ത. ഇന്ത്യൻ ജനതയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന വിളംബരമാണ് 1858 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. ഇന്ത്യൻ ജനതയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന വിളംബരമാണ് 1858 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. ഈ വിളംബരത്തിൻ്റെ ഫലമായി ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് അധികാരം നഷ്ടപ്പെട്ടു. 1857 വിപ്ലവത്തിൻ്റെ ഫലമായി ഇന്ത്യയുടെ ഭരണാധികാരിയായി ബ്രിട്ടീഷ് രാജ്ഞി അധികാരമേറ്റു. ബീഹാർ സിംഹം എന്നറിയപ്പെടുന്നത് കൺവർ സിംഗ്. ബീഹാർ സിംഹം എന്നറിയപ്പെടുന്നത് കൺവർ സിംഗ്.
ബീഹാറിലും ജഗദീഷ്പൂരിലും വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് കൻവർ സിംഗ് ആയിരുന്നു. ബീഹാറിലും ജഗദീഷ്പൂരിലും വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് കൻവർ സിംഗ് ആയിരുന്നു. 1857 വിപ്ലവത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് ന്യൂയോർക്ക് ട്രൈബ്യൂണൽ പത്രത്തിൽ വിലയിരുത്തിയത് കാറൽ മാർക്സ്. 1857 വിപ്ലവത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് VD സവർക്കർ ആണ്. 1857 വിപ്ലവത്തെ ബ്രിട്ടീഷ് പാർലമെന്റിൽ ദേശീയ കലാപം എന്ന് വിശേഷിപ്പിച്ചത് ബെഞ്ചമിൻ ഡിസ്രേലി. 1857 വിപ്ലവത്തെ ബ്രിട്ടീഷ് പാർലമെന്റിൽ ദേശീയ കലാപം എന്ന് വിശേഷിപ്പിച്ചത് ബെഞ്ചമിൻ ഡിസ്രേലി. ആദ്യത്തേതും അല്ല, ദേശീയ തലത്തിലുള്ളതുമല്ല, സ്വാതന്ത്ര്യ സമരവുമല്ല എന്ന് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ വിശേഷിപ്പിച്ചത് RC മജുംദാർ ആണ്. ആദ്യത്തേതുമല്ല, ദേശീയ തലത്തിലുള്ളതുമല്ല, സ്വാതന്ത്ര്യ സമരവുമല്ല എന്ന് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ വിശേഷിപ്പിച്ചത് RC മജുംദാർ. ദ ക്വീൻ ഓഫ് ഝാൻസി എന്ന പുസ്തകം രചിച്ചത് മഹാശ്വേത ദേവി. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് മാത്സ പ്രവാസ എന്ന മറാത്ത ഗ്രന്ഥം രചിച്ചത് വിഷ്ണു ഭട്ട് ഗോഡ്സെ. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് മാത്സ പ്രവാസ എന്ന മറാത്ത ഗ്രന്ഥം രചിച്ചത് വിഷ്ണു ഭട്ട് ഗോഡ്സെ. ഇന്ത്യയിലെ ആദ്യ വനിതാ രക്തസാക്ഷിയായിരുന്നു പ്രീതിലത വഡേദാർ. ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി ഖുദിറാം ബോസ്. കേന്ദ്ര സർക്കാർ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമായി പ്രഖ്യാപിച്ച സമരമാണ് പൈക്ക സമരം. കേന്ദ്ര സർക്കാർ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമായി പ്രഖ്യാപിച്ച സമരമാണ് പൈക്ക സമരം. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരണത്തിനെതിരെ 1817 ഒഡീഷയിലെ പൈക്ക സമൂഹം നടത്തിയ സായുധ വിപ്ലവമാണ് പൈക്ക വിപ്ലവം. ഒഡീഷയിലെ പാരമ്പര്യ സേനാ വിഭാഗമായിരുന്നു പൈക്ക സമൂഹം. 3 രീതിയിലായിരുന്നു പൈക്ക സമൂഹം അറിയപ്പെട്ടിരുന്നത്. പഹാരിസ് എന്ന് പറയുന്നത് വാൾ ഉപയോഗിക്കുന്ന സേനാ വിഭാഗം. ബനുവാസ് വെടിക്കോപ്പുകൾ ഉപയോഗിക്കുന്ന സേനാ വിഭാഗമാണ് ബനുവാസ്. ഡങ്കിയാസ് ധനുർവിദ്യയിൽ പ്രാവീണ്യം നേടിയ വിഭാഗമാണ് ഡങ്കിയാസ്. പൈക്ക വിപ്ലവം നടന്നത് ഒഡീഷയിൽ 1817 പൈക്ക വിപ്ലവം നടക്കുന്നത്. പൈക്ക വിപ്ലവത്തിൻ്റെ നേതാവ് ബക്ഷി ജയബന്ധു വിദ്യാധര. പൈക്ക വിപ്ലവത്തിൻ്റെ നേതാവ് ബക്ഷി ജയബന്ധു വിദ്യാധര. പൈക്ക വിപ്ലവത്തിൽ ഐക്യത്തിൻ്റെ പ്രതീകമായി കണ്ടിരുന്നത് ജഗന്നാഥ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഖുർദ കീഴടക്കിയത് ഏത് വർഷമായിരുന്നു? 1803. ഒറീസയിലെ ഒരു നാട്ടുരാജ്യമായിരുന്നു ഖുർദ. ഖുർദ ഭരിച്ച അവസാനത്തെ രാജാവായിരുന്നു രാജ മുകുന്ദദേവ. പൈക്ക വിപ്ലവത്തിൻ്റെ നേതാവായ ബക്ഷി ജയബന്ധു വിദ്യാധര മരിച്ചത് 1829. പൈക്ക വിപ്ലവം അടിച്ചമർത്തിയതിനു ശേഷം ഈസ്റ്റ് ഇന്ത്യ കമ്പനി കട്ടക്കിൽ നിയമിച്ച പുതിയ കമ്മീഷണറായിരുന്നു റോബർട്ട് കെർ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാട്ടവുമായി ബന്ധപ്പെട്ട ഏതു വിപ്ലവത്തിൻ്റെ 200ാം വാർഷികമാണ് 2017 നടന്നത്? പൈക്ക വിപ്ലവത്തിൻ്റെ. അസംഘഡ് പ്രഖ്യാപനം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. 1857 വിപ്ലവത്തിൽ പങ്കെടുത്ത് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്തുകൊണ്ട് മുഗൾ ചക്രവർത്തിയായ ബഹദൂർ ഷാ രണ്ടാമൻ്റെ പേരിൽ പുറപ്പെടുവിച്ച വിളംബരമാണ് അസംഘഡ് പ്രഖ്യാപനം. 1857 ഉത്തർപ്രദേശിൽ ബറൌട്ട് പർഗാന എന്ന സ്ഥലത്ത് വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് ഷാമലാണ്. ബറൌട്ട് പർഗാന എന്ന സ്ഥലത്ത് വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് ഷാമൽ. ഇന്ത്യയുടെ ഭരണം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ബ്രിട്ടീഷ് പാർലമെന്റ് ഏറ്റെടുക്കാൻ കാരണമായ യുദ്ധമാണ് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. 1857 വിപ്ലവവുമായി ബന്ധപ്പെട്ട് റിലീഫ് ഓഫ് ലക്നൗ എന്ന ചിത്രം വരച്ചത് തോമസ് ജോൺസ് ബാർക്കർ. റിലീഫ് ഓഫ് ലക്നൗ എന്ന ചിത്രം തോമസ് ജോൺസ് ബാർക്കർ. 1857 വിപ്ലവവുമായി ബന്ധപ്പെട്ട് ഇൻ മെമ്മോറിയം എന്ന ചിത്രം വരച്ചത് ജോസഫ് നോയൽ. ഇൻ മെമ്മോറിയം എന്ന ചിത്രം വരച്ചത് ജോസഫ് നോയൽ. താങ്ക് യു.